മറിയത്തിന്റെ അമലോത്ഭവ ഹൃദയത്തോടുള്ള ബഹുമാനാർത്ഥം ലോകമെമ്പാടുമുള്ള ക്രൈസ്തവരോട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവാൻ ആഹ്വാനം ചെയ്ത ബ്രദർഹുഡ് ഓഫ് അവർ ലേഡി ഓഫ് ഫാത്തിമ 2020 അമേരിക്കയിൽ ആരംഭിച്ച ഒരു അന്താരാഷ്ട്ര പ്രാർത്ഥനാ സംരംഭമായ ബ്രദർഹുഡ് ഓഫ് അവർ ലേഡി ഓഫ് ഫാത്തിമ നിലവിൽ കത്തോലിക്ക സഭയെ ബാധിക്കുന്ന പ്രതിസന്ധികൾക്കായി പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥം യാചിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രാർത്ഥന സംഘടിപ്പിക്കുക. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ജപമാല പ്രാർത്ഥനാ യജ്ഞത്തിനാണ് സംഘടന ആഹ്വാനം ചെയ്യുന്നത്. 2024 ജനുവരി 6 ആരംഭിക്കുന്ന ജപമാല പ്രാർത്ഥനാ യജ്ഞം 2024 ഡിസംബർ 7 സമാപിക്കും. വിവാഹം എന്ന കൂദാശ സംബന്ധിച്ച കത്തോലിക്ക പ്രമാണങ്ങൾ മാറ്റമില്ലാതെ തുടരുമെന്ന് വെളിപ്പെടുത്തി വിശ്വാസ തിരുസംഘം. വിശ്വാസ കാര്യങ്ങൾക്കായുള്ള റോമൻ ഡിക്കാസ്റ്ററി കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ ഫിദൂച്യ സുബ്ലിക്കൻസ് എന്ന രേഖയെക്കുറിച്ച് ഉയർന്നു വന്ന വിവിധ പ്രതികരണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് വിശ്വാസ തിരുസംഘം പുതിയ ഒരു പ്രസ്താവന പുറത്തുവിട്ടത്. വിവാഹത്തിലൂടെ പുരുഷനും സ്ത്രീയും ഒരുമിച്ച് ചേരുന്ന ബന്ധത്തെയാണ് വിവാഹമെന്ന കൂദാശ എന്നതിലൂടെ സഭ എപ്പോഴും മുന്നോട്ട് വയ്ക്കുന്നതെന്ന് വിശ്വാസവുമായി ബന്ധപ്പെട്ട മുൻ രേഖയുടെ ആമുഖത്തിൻ്റെ 4, 5, 11 ഖണ്ഡികകളിൽ വ്യക്തമാണെന്ന് ഡിക്കാസ്റ്ററി ഓർമ്മപ്പെടുത്തി. നൈജീരിയയിൽ നടന്ന ക്രിസ്മസ് കൂട്ടക്കൊലകൾ രാജ്യത്തെ അസ്ഥിരപ്പെടുത്താനുള്ള നീക്കത്തിന്റെ ഭാഗമാണെന്ന് സൊക്കോട്ടോ രൂപത അധ്യക്ഷൻ ബിഷപ്പ് മാത്യു ഹസ്സൻ കുക്ക. പ്ലാറ്റോ സംസ്ഥാനത്ത് ഡിസംബർ 23 - 26 ഇടയ്ക്ക് നടന്ന ക്രൈസ്തവ കൂട്ടക്കൊലകളുടെ പശ്ചാത്തലത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ക്രിസ്തുമസ് ആക്രമണങ്ങളിൽ ഏകദേശം 20 ഗ്രാമങ്ങളിലെ 200ഓളം ക്രൈസ്തവർ കൊല്ലപ്പെടുകയും 500 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ക്യാമ്പുകളിൽ അഭയം പ്രാപിക്കാൻ 200ഓളം കുടുംബങ്ങൾ നിർബന്ധിതരായി. ആരാണ് ഈ കൊലയാളികൾ? അവർ എവിടെ നിന്ന് വരുന്നു? അവരെ മുൻനിർത്തി ആരാണ് പ്രവർത്തിക്കുന്നത്? അവരുടെ ഗൂഢാലോചന എന്താണ്? അവർക്ക് എന്താണ് വേണ്ടത്? ആരെയാണ് വേണ്ടത്? അവർ ആർക്കു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്? ഇതെല്ലാം എപ്പോൾ അവസാനിക്കും? ഇതിനെല്ലാം സംസ്ഥാന സുരക്ഷയുടെ ഉത്തരവാദിത്തപ്പെട്ടവർ മറുപടി നൽകേണ്ടതുണ്ടെന്നും ബിഷപ്പ് മാത്യു ഹസൻ കുക്ക പറഞ്ഞു. സ്പെയിനിലെ പ്രശസ്തമായ കാമിനോ ഡി സാന്റിയാഗോയിലേക്ക് കാൽനടയാത്രയായി എത്തിയ തീർത്ഥാടകരുടെ എണ്ണത്തിൽ പുതിയ റെക്കോർഡ്. 2023 ലോകമെമ്പാടു നിന്നുള്ള ഏകദേശം 1.5 ദശലക്ഷം ആളുകൾ ഈ ചരിത്രപാതയിലൂടെ കാൽനടയാത്ര നടത്തി എന്നാണ് കണക്ക്. തീർത്ഥാടകരുടെ ഓഫീസ് പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം 4,46,035 തീർത്ഥാടകർ ഈ സ്പാനിഷ് തീർത്ഥാടന കേന്ദ്രത്തിൽ എത്തിയിട്ടുണ്ട്. ഗർഭസ്ഥ ശിശുവിൻ്റെ ജീവന്റെ സംരക്ഷണം ലക്ഷ്യം വെച്ചുകൊണ്ട് ആരംഭിച്ച മാർച്ച് ഫോർ ലൈഫ് മൂവ്മെന്റ് 51ാം വർഷത്തിലേക്ക് കടന്നു. ജനുവരി 19 വാഷിംഗ്ടൺ DC-യിൽ 51ാം വാർഷിക മാർച്ച് ഫോർ ലൈഫ് ആരംഭിക്കും. ഓരോ സ്ത്രീക്കൊപ്പം ഓരോ കുട്ടികൾക്ക് വേണ്ടിയും എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ലോകത്തിലെ ഏറ്റവും വലിയ വാർഷിക മനുഷ്യാവകാശ പ്രകടനം എന്ന് വിശേഷിപ്പിക്കുന്ന മാർച്ച് ഫോർ ലൈഫ് രാജ്യവ്യാപകമായി ഗർഭചിത്രം നിയമവിധേയമാക്കിയ 1973 സുപ്രധാന സുപ്രീം കോടതി കേസ് റോയ് വേഴ്സിന്റെ വാർഷികത്തോടനുബന്ധിച്ചാണ് എല്ലാ വർഷവും ജനുവരിയിൽ നടത്തപ്പെട്ടു വരുന്നത്. സത്യസഭയെ അനുദിനം അറിയുവാൻ, സഭയെ സ്നേഹിക്കാൻ സൺഡേ ശാലോം യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.